ഹലോ ഗൈസ്, വെൽക്കം ടു മറ്റൊരു വ്ളോഗ്. ആൻഡ് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു പടം കാണുന്നു. നല്ല എന്താ പറയുക, ഒരു ഗുഡ് മൂഡ് ഫിലിം ആയിരുന്നു. പടത്തിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് നമുക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ലാഗ് ഉണ്ട്. എനിക്ക് ലാഗൊക്കെ തോന്നി. എനിക്ക് വലിയ പിന്നെ പല കോമഡികളും എന്താ പറയുക, എനിക്ക് വലിയ ഓക്കെ ആയി തോന്നിയില്ല. എനിക്ക് വലിയ ചിരിക്കാൻ തോന്നില്ല. എന്റെ പുറകെ ഒരു വലിയൊരു കുട്ടി ഇരിക്കുന്നത് വലിയ എന്താ പറയുക, നമ്മളെ പ്രണവ് മോഹൻലാൽ ഡൈ ഹാർഡ് ഫാനാന്ന് തോന്നുന്നു. കണ്ടതിനൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. പ്രണവ് മുണ്ട് മടക്കി കുത്തിയപ്പോൾ തന്നെ ആ കുട്ടി ഭയങ്കര ആഹ്ലാദം ചിരിയൊക്കെ ആയിരുന്നു. എനിക്ക് കോമഡി ഫസ്റ്റ് ഹാഫിൽ അധികം ഒന്നും വർക്കൗട്ട് ആയില്ല. പക്ഷെ ഈ ഒരു ഫസ്റ്റ് ഹാഫ് ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മുടെ ധ്യാനും പ്രണവ് മോഹൻലാലും കൂടി മരിച്ചഭിനയിച്ചു പറഞ്ഞാൽ അത്രയ്ക്ക് അവര് ഇപ്പൊ ഇന്നത്തെ മലയാള സിനിമയിൽ എല്ലാവരും അവരവരുടെ എന്താ പറയാ ഒരു 100% അവർ കൊടുത്തിട്ടാണ് ഒരു മലയാള സിനിമ ചെയ്യുന്നത്. അപ്പൊ അതിന് ഈ ഒരു 1.5 മണിക്കൂർ നിവിന് അജു നിവിനല്ല, നിവിൻ നമുക്ക് സെക്കൻഡ് ഹാഫ് ശേഷം വരുന്നുള്ളൂ. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, അജു എല്ലാവരും അവരുടെ ഒരു 100% കൊടുത്തിങ്ങനെ പടം ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നു ഫസ്റ്റ് ഹാഫ് വരെ. സെക്കൻഡ് ഹാഫിലേക്കാണ് നമ്മൾ നിവിൻ പോളിന്റെ ഇന്റർവ്യൂ. അതൊരു ഒന്നൊന്നര സാധനം. ഇത്രയും ഈ ഒരു 1.5 മണിക്കൂർ ഇവർ രണ്ടാളും കൂടി ഇവർ ഈ 4 ആളുകളെ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന സിനിമ ഒരു 10 മിനിറ്റ് കൊണ്ട് നിവിൻ പോളി അങ്ങോട്ട് ആ സീനെ മാറ്റി പൊളിച്ചടിക്കി. ഇനി ഇതേപോലെ തന്നെ നമ്മളെ മലയാളി ഫ്രം ഇന്ത്യ നിവിൻ പോളിന്റെ അടുത്ത പടവും അതിനൊക്കെ നമ്മളെ കട്ട വീട്ടിങ്. ഞാനൊരു നിവിൻ പോളിന്റെ ഒരു ചെറിയൊരു ആരാധകനാണ്. അതായത് ഈ ബാക്കിയുള്ളവരുടെ വിനീത് ശ്രീനിവാസനെ പോലെ അല്ലാതെ ഒരു വേറൊരു ജോണറാ ശരിക്കും. പണ്ട് വിനീത് പറയുന്നുണ്ട് നിവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇന്ന് നമ്മൾ ആ സിനിമയിൽ കണ്ടത്. അപ്പൊ അതൊരു നിവിൻ പോളി ഇല്ലായിരുന്നെങ്കിൽ പടം പോക്കായിരുന്നു. ഉറപ്പായിട്ടും പടം ഒരു നമുക്ക് തൃപ്തി വരുന്നുണ്ടാവില്ലായിരുന്നു. പക്ഷെ നിവിൻ പോളി ഉള്ളതുകൊണ്ട് മാത്രം ഈ പടം ഈ ഹൈപ്പിലേക്ക് എത്തിയത്. അല്ലാണ്ട് ഈ പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും അഭിനയിച്ചു അവര് നന്നായി. അവരാണ് ഇതിലത്തെ മെയിൻ റോള്. അവരഭിനയിച്ചു, നന്നായി അഭിനയിച്ചു. പക്ഷെ എന്നാലും നിവിൻ പോളി വന്നോടെയാണ് എന്താ പറയാ ആ ഒരു ചക്രം തിരിഞ്ഞു പോയത്. വേറെ ലെവലിൽ നിവിൻ പോളി. ശരിക്കും ഫസ്റ്റ് ഹാഫ് എല്ലാവരും എന്നോട് ചോദിച്ചു, എനിക്ക് മെസ്സേജ് കുറെ പേര് എങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല, കാരണം ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ലാഗ് ഉണ്ടായിരുന്നു. സ്റ്റോറി ബേസ്ഡ് തീമിന് മെയിൻ സാധനമായിരുന്നു നെപ്പോ കിഡ്സിന്റെ സ്ട്രോങ് അത്ര ഉണ്ടായിരുന്നുള്ളൂ. നെപ്പോ കിഡ്സിന്റെ നമ്മളിപ്പോ കുറെ പറയുന്നത് നെപ്പോ കിഡ്സ്, ഇവരൊക്കെ നെപ്പോ കിഡ്സ് ആണല്ലോ. അതുകൊണ്ട് ഓഫ് കോഴ്സ് പടം നന്നാ അവർക്ക് സുഖമായിട്ട് ആക്ടിങ്. ഇപ്പൊ ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂവിലും പറയുന്നുണ്ട്. അതിന്റെ ഒരു കാര്യം നിവിൻ പോളി പറയുന്നുണ്ട് ഈ സീനിൽ. എന്താ പറയാ, നിവിൻ പോളി ഈസ് നോട്ട് എ നെപ്പോ കിഡ്. ഒറ്റയ്ക്ക് എന്താ പറയാ പടുത്തുയർത്ത സാമ്രാജ്യം എന്നൊക്കെ പറയുന്ന പോലെ ഏത് ധ്യാൻ ശ്രീനിവാസൻ വന്നാലും പ്രണവ് മോഹൻലാൽ വന്നാലും നിവിൻ പോളിന്റെ തട്ടെപ്പോഴും താഴെ തന്നെ ഇരിക്കും. അതാണ് ശരിക്കും സിനിമയിൽ നടന്നത്. ഇത് ഞാൻ പറയാണ്ട് പോയിരുന്നെങ്കിൽ നഷ്ടമായി പോയായിരുന്നു. ഇതെനിക്ക് പറയണം തോന്നി, പിന്നെ അവസാനം ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ ഗൈസ്, ഓക്കെ ഇനി പടത്തിലേക്ക് വരുമ്പോ നമ്മൾ സിനിമേന്റെ കാര്യം നോക്കുമ്പോ ഒരു ത്രെഡ് എന്ന് പറയുന്നത് എന്താ, ഒരു ഫ്രണ്ട്സ് ശരിക്കും നമ്മളെ കൂടുള്ള ഒരു ഫ്രണ്ട് വലിയൊരു നിലയിലെത്തുമ്പോ അയാൾ നമ്മളെ മറന്നു പോകുക എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടല്ലോ. അതൊക്കെയാണ് ശരിക്കും ഈ സിനിമേന്റെ ത്രെഡ് വരുന്നത്. ഒരാൾ രക്ഷപ്പെടുന്നു, ഒരാൾ പടുകുഴിയിലേക്ക് വീണു പോകുന്നു. പിന്നെ അയാളുടെ ജീവിതം പിന്നെ രണ്ടുപേരും രണ്ട് തരത്തിൽ, ഒരാളെ കുടിച്ച് ബോധമില്ലാത്ത നിലയിൽ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ജീവിതം, ഒരാൾ ഭയങ്കര ഹൈറ്റിലേക്ക് പോകുന്ന ജീവിതം. എന്നിട്ട് പിന്നെ അവസാനം ഇവരൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ഒരുമിച്ച്, എന്നിട്ട് അവർ രണ്ടാളും കൂടി പിന്നെ ലാസ്റ്റ് ഒരു എന്താ പറയാ ഒരുമിച്ച് രണ്ടുപേരും കൂടി കൈപിടിച്ച് ഒരു പുതിയൊരു വിജയത്തിലേക്ക് എത്തുന്ന ഒരു സിനിമയാണിത്. അതാണ് ശരിക്കും ഒരു ത്രെഡ് പറഞ്ഞാല്. എനിക്ക് അധികം പറയാൻ തോന്നുന്നില്ല. അതാണ് അധികം പറഞ്ഞാൽ സ്പോയിലർ ആയി പോകും. അതാ പിന്നെ ഇങ്ങനെ അവിടെ എവിടെയും തൊടാണ്ട് ഇങ്ങനെ പറയുന്നത്. എല്ലാവർക്കും ഇതിപ്പോ നിങ്ങൾ കണ്ടാലേ മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞ എന്താ നിങ്ങൾക്ക് എന്താ പറയാ അങ്ങനെ ഗസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പടമാണിത്. വിനീത് ശ്രീനിവാസന്റെ റോൾ നന്നായിരുന്നു. പിന്നെ നമ്മളെ ഷാൻ റഹ്മാൻ വരെ അഭിനയിച്ചിരുന്നതിൽ ഒരു ഐസായിരുന്നു. ഒരു 90s സിനിമയാണ് ശരിക്കും. 90s നടന്നൊരു സ്റ്റോറി, 90s നടക്കുന്ന പോലത്തെ ഒരു സ്റ്റോറി. ലോജിക്കലി ഇതിൽ വലിയ കുഴപ്പമൊന്നും തോന്നില്ല. അതായത് നമുക്ക് ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നടക്കുമെന്നൊക്കെ തോന്നില്ലേ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല സിനിമയിൽ. പക്ഷെ ഒരു സിനിമയിൽ ഒരു നടനാവാനോ അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ സ്റ്റോറി പോലെ ഇപ്പൊ അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ സിനിമയിൽ ഡയറക്ടർ ആവാൻ, ഇപ്പൊ എന്റെ കോളേജിലൊക്കെ കുറെ സ്റ്റുഡൻസ് ഉണ്ട്, ഡയറക്ടർ ആവാൻ അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന നിലയിലാവാൻ അല്ലെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസിഷൻ നന്നായി പാട്ട് പാടാൻ അറിയുന്ന എനിക്കൊരു കൂട്ടുകാരനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ
അവരൊക്കെ അതേപോലെ സിനിമയിലേക്ക് ട്രൈ ചെയ്യുന്നല്ലേ, അതുപോലെ തന്നെ ഇതിലും അങ്ങനെ ട്രൈ ചെയ്യുന്ന രണ്ട് ഫ്രണ്ട്സ് ഒരുമിക്കുന്നു. എന്താ പറയാ, അവര് രക്ഷപ്പെടുന്നു. അതാണ് ത്രെഡ്. പിന്നെ പഴയ എന്താ ദാസനും വിജയനും റിസംബ്ലൻസ് ഒക്കെ ഉദ്ദേശിച്ചു ലാസ്റ്റിലേക്ക്. എനിക്ക് വലിയ വർക്കായും തോന്നിയില്ല. എന്നാലും രസമായിരുന്നു. ഇതൊക്കെ തന്നെ കുറെയൊക്കെ അവര് പഴയ ഒരു ടച്ച്, മോഹൻലാൽ ടച്ചൊക്കെ നോക്കിയില്ല പ്രണവ് മോഹൻലാലിന്റെ ഫേസിൽ. ഫസ്റ്റ് ഇൻട്രോ അടിപൊളിയായിരുന്നു. നമ്മുടെ പ്രണവ് മോഹൻലാലിന്റെ ഇൻട്രോ, നിവിൻ പോളിയുടെ ഇൻട്രോ ആയിരുന്നു കീട്ടു സാധനം. ഒരു രക്ഷ ഉണ്ടായില്ല. നിവിൻ പോളി നാട്ടുകാരോട് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ആ സിനിമയിലൂടെ പറഞ്ഞത്. അതായത് നമ്മളെ നിവിൻ പോളി തടി വെച്ചപ്പോൾ എല്ലാവരും കുറെ കുറ്റം പറഞ്ഞു, ബോഡി ഷെയ്മിങ് അതൊക്കെ പറഞ്ഞു. അതൊക്കെ അതിൽ പറയുന്നുണ്ടായിരുന്നു ശരിക്കും. പിന്നെ ഇന്നത്തെ കാലത്ത് കുറെ സിറ്റുവേഷൻ ആ സിനിമയിൽ വരുന്നുണ്ട്, ബോഡി ഷെയ്മിങ്, പിന്നെ എന്തായിരുന്നു, പിന്നെ അങ്ങനെ കുറച്ച് നമ്മൾ ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എന്നാലും കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കത്തും. ഇന്നത്തെ ഈ സോഷ്യൽ സാധനമാണുള്ളത്, സോഷ്യലിലുള്ള കണ്ടന്റ്സ് ആണുള്ളതൊക്കെ. ഇപ്പൊ ഈ ബോഡി ഷേമിങ് പോലെ വേറെയും പല കണ്ടന്റ്സ്. അങ്ങനെ ഇതൊക്കെയാണ് സിനിമ. തീമിൽ ഇങ്ങനെ പടങ്ങനെ മുന്നോട്ട് പോകുന്നു. അല്ലാണ്ട് എനിക്ക് അത്ര അടിപൊളി ആരോട് പറയുന്നില്ല. അവസാനം ഞാൻ സെക്കൻഡ് ഹാഫ് കൂടി കണ്ടിട്ട് എല്ലാവരോടും അഭിപ്രായം പറയാന്ന് പറഞ്ഞു. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോഴാണ് എന്താ പറയാ, നമുക്ക് തന്നെ തോന്നിപ്പോയി, അത്രയ്ക്ക് ലെവലിലേക്ക് അടിപൊളിയായി പോയോ സിനിമ എന്നൊക്കെ തോന്നി. അങ്ങനെ നിവിൻ പോളി അത്രേ ഉള്ളൂ. അയാൾ വന്നുകൊണ്ടാണ് ആ പടം ഇങ്ങനെ അടിപൊളി എന്ന് എല്ലാവർക്കും തോന്നാൻ കാരണം. പിന്നെ നമുക്ക് ശരിക്കും നമ്മൾ ഈ ട്രോളൊക്കെ കാണില്ലേ, എന്നെ ട്രോളാൻ വേറെ ഒരുത്തന്റെ ആവശ്യമില്ലെന്ന്. അതേപോലെ തന്നെ സിനിമയിൽ പലരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്യുന്നു. നിവിൻ പോളിനെ തന്നെ. പിന്നെ പ്രണവ് മോഹൻലാൽ സ്വന്തം ട്രോൾ ചെയ്യുന്നു, മറ്റേ മല കയറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ നിങ്ങൾ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ആ സിനിമ എന്താ, അതെന്താ ആ ഒരു കണ്ടന്റ് എന്താ നിങ്ങൾക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. എന്തായാലും സിനിമ എന്തായാലും നിങ്ങൾ കാണും. എന്താ പറയുക, നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രി ഒക്കെ ഒരു നല്ലൊരു ലെവലിലേക്ക് പോകുന്നതൊക്കെ കാണുമ്പോൾ ഹാപ്പി ടു സീ എല്ലാവർക്കും. ശരിക്കും നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടറിയാം. ആവേശം, ജയ് ഗണേഷ്, ഇത് ഈ അവിടെ വർഷങ്ങൾക്ക് ശേഷം എല്ലാം ഒരേ ദിവസം ഇറക്കിയോണ്ട് ഏതൊരു സിനിമയ്ക്ക് പോകണം, എപ്പോൾ പോകണം എന്നൊക്കെ ഭയങ്കര പൈസയൊക്കെ വേണ്ടേ. എല്ലാ സിനിമയും കാണണം എന്നൊക്കെ ആഗ്രഹമുള്ളതായിട്ടല്ല. എന്തായാലും നിങ്ങൾ പോയി കാണും. ശരി. പിന്നെ നമ്മുടെ ആക്ട്രസിന്റെ ഒരു കാര്യം ഒന്നുമില്ല. എനിക്ക് പണ്ട് എന്താ പറയാ, നമ്മളെ എന്തായിരുന്നു പ്രിയദർശന്റെ മോളില് ഇവന്റെ വലിയ ഇതൊന്നും തോന്നിയില്ല. വലിയ എത്ര ആക്ടിങ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇതിലും വലിയ ഒന്നുമില്ല, ചെറിയ കുറച്ച് പോർഷൻസ് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. ഓവറോൾ പടം അടിപൊളിയായിരുന്നു. നമുക്ക് 5-ൽ 4 റേറ്റിംഗ് കൊടുക്കാം. 4.5 എത്തില്ല, എന്നാലൊരു 5-ൽ നമുക്കൊരു 4 റേറ്റിംഗ് എന്തായാലും കൊടുക്കാം. എന്തായാലും നിങ്ങൾ പോയി കാണണം. ഈ വീക്കെൻഡ് ഏതാ നമുക്ക് കാണാം. ആവേശം ഈ വീക്കെൻഡ് ആര് കൊണ്ടുപോകും നമുക്ക് കാണാം. ആവേശം കൊണ്ടുപോകുമോ, ജയ് ഗണേഷ് കൊണ്ടുപോകുമോ, വർഷങ്ങൾക്ക് ശേഷം കൊണ്ടുപോകുന്നു. ഞാനൊരു പോൾ ഇട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അതിലെല്ലാവരും വർഷങ്ങൾക്ക് ശേഷത്തിനാണ് നമ്മളെല്ലാവരും ഇത് ഇട്ടത്, പോൾ ചെയ്തത്. അപ്പൊ ഞാൻ രാത്രി ഇനിയിപ്പോ ആവേശത്തിന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ രാത്രി പറയാം. അത് ഇവിടെ നിന്നല്ല, അത് ഗുരുവായൂരിൽ നിന്നാണ് നമ്മൾ ആ സിനിമയ്ക്ക് പോകുന്നത്. ആൻഡ് ഓക്കെ, നിങ്ങൾ പോയി സിനിമ കാണുക. പടം എന്റെ ഒരു അഭിപ്രായത്തിൽ ആവറേജിന്റെ എബോ ആവറേജിന്റെ നടുവിൽ, അത്ര എബോ ആവറേജ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ പോയി കാണുക ഗൈസ്. ബൈ ബൈ.